ഹായ്, ഗുഡ് ഈവനിങ്. ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമനടാട്ട്. ഞാൻ ഇന്നൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇന്ന് ഇസാഫിൻ്റെ ഹാർഫെസ്റ്റിൽ ഒരു പ്രോഗ്രാം എൻ്റെ ചെയ്തു. അതിന് നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടി. അതായത് വലിയ കുറേ സർട്ടിഫിക്കറ്റുകൾ വേറെ ഉണ്ട്, അതുപോലെ തന്നെ ഇതും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടി. ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് പ്രോഗ്രാം നന്നായിരുന്നു. അപ്പോൾ എല്ലാതും വീഡിയോസിലെല്ലാതും കിട്ടിയിട്ടില്ല. കാരണം നമ്മൾ അവിടെ ഒരാൾ നിൽക്കണ്ടായിരുന്നൊരു ടീമിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന. അപ്പോൾ ആ ഒരു സന്തോഷ വാർത്ത ഞാൻ അറിയിക്കുന്നു. അതേപോലെ തന്നെ ഈ സർട്ടിഫിക്കറ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളത് പറഞ്ഞില്ലെങ്കിൽ അതൊരു മോശമാവില്ലേ? അപ്പോൾ ഓക്കെ, താങ്ക് യു. അതിൻ്റെ കൂടെ ഈ പ്രോഗ്രാമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ക്രിസ്മസ് കഴിഞ്ഞു, അപ്പോൾ അത് പറയണില്ല. 2025 എല്ലാവർക്കും നല്ലതാവട്ടെ. ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ ഇങ്ങനൊരു അവസരം കിട്ടി. അപ്പോൾ ആ പ്രോഗ്രാം ചെയ്യാൻ ഇപ്പോൾ വീണ്ടും ഒരു ചാൻസ് തന്നതിൽ നന്ദി പറയാണ്. ഞാനധികം അങ്ങോട്ട് നീട്ടിക്കൊണ്ടുപോകില്ല. ചില ശബ്ദങ്ങൾ എടുക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ചെറുമലച്ചൻ, കിഡ്നി അച്ഛൻ എന്ന് പറയുന്ന ചെറുമലച്ചൻ്റെ ശബ്ദമാണ്. അപ്പം നമ്മളെല്ലാവരും തൃശ്ശൂർക്കാരാണ്. അതിലുപരി ആ ശബ്ദം എല്ലാവർക്കും പരിചിതമാണെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ആ ശബ്ദം എടുക്കാൻ ശ്രമിക്കുകയാണ്. എന്തുട്ടാ നമ്മുടെ തൃശ്ശൂര് പടക്കല്ലേ? എന്തുട്ട നോക്കണേ, ഒരു ജാതി പൂശണേ. അതെ, ഇതൊക്കെ പറയണേലും നിങ്ങൾ നോക്കിയേ, കിഡ്നി കൊടുത്തില്ലെങ്കിലും വല്ല ചട്നി എങ്കിലും കൊടുത്തോളട്ടാ. അല്ല, ഇത്രക്കും പറഞ്ഞിട്ട് ആരും കൈയടിക്കൊന്നില്ലേ? ആ കൈയടിക്കണ്ടേ? ആ നന്ദി ഉണ്ട് കേട്ടോ. അടുത്തായിട്ട് ഒരു ചെറിയ കുട്ടി ഒരു ഗാനം ആലപിക്കുകയാണെങ്കിൽ എങ്ങനെ നോക്കാം? ഉച്ചക്കില്ല കാലത്ത് ഉച്ചക്ക് നീ എന്റെ പച്ചവെള്ളത്തപ്പി കുഞ്ഞുവ പൊൻകരളേ, എനിക്കറിയില്ല. താങ്ക് യു. അടുത്തായിട്ട് ശ്രീ തിലകൻ, നമ്മുടെ ഭാവാഭിനയ ചക്രവർത്തി ശ്രീ തിലകൻ സാറിന്റെ ശബ്ദമാണ്. വീഡിയോ എടുക്കാനാണ് എന്നെ കൊണ്ട് നിർത്തിക്കുന്നത്. വിശന്ന് വലഞ്ഞു കയറി വന്നപ്പോ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചതിന് വയറ് നിറച്ച ആഹാരം തരാൻ കാണിച്ച കുട്ടിയുടെ മനസ്സുണ്ടല്ലോ, അതാണ് തനിക്ക് കിട്ടാൻ പോകുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സ്ത്രീധനം. പോട്ടെ, പിന്നെ കാണാം. എന്റെ അമ്മേ, ആരും കഴിച്ചല്ലോ. ഇല്ല, പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കറിയാം. നോക്കി ഇതൊന്നും നോക്കണ്ട കേട്ടോ.